പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 അടുത്ത പോർഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. റീഡിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് കോംപ്ലക്സ് എക്സ്പ്രഷൻസ് എന്നുള്ള പോർഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലുള്ളത് നമുക്ക് നോക്കാം. സംടൈംസ് വെൻ ആൻ എക്സ്പ്രഷൻ ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എ കോണ്ടെക്സ്റ്റ് ദർ ക്യാൻ ബി മോർ ദാൻ വൺ വേ ഓഫ് ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാല്യൂസ്. ചില സമയങ്ങളിൽ എക്സ്പ്രഷന് ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് തരുന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ വേ ഉണ്ടാകാം. In such cases, we need some tools and rules to specify how exactly the expression has to be evaluated. അത്തരം സന്ദർഭങ്ങളിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നതിന് ചില ടൂൾസും റൂൾസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാം. To give an example with the language, look at the following sentences. അപ്പോൾ അതേപോലത്തെ സെൻറ്റൻസുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ശാലിനി സാറ്റ് നെക്സ്റ്റ് ടു എ ഫ്രണ്ട് വിത്ത് ടോയ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശാലിനി കളിപ്പാട്ടങ്ങളുമായി ഫ്രണ്ടിൻ്റെ അരികിൽ ഇരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് പിക്ചർ. നോക്കിയേ, ഇവിടെ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നോക്കിയേ, ദ ഫ്രണ്ട് ഹാസ് ടോയ്സ് ആൻഡ് ശാലിനി സാറ്റ് നെക്സ്റ്റ് ടു ഹെർ. ടോയ്സ് ഉള്ളത് ആരുടെ കയ്യിലാണ്? ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. ശാലിനി ഫ്രണ്ടിൻ്റെ അടുത്ത് ഇരുന്നു എന്നാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ശാലിനി ഫ്രണ്ടിൻ്റെ അടുത്ത് ടോയ്സുമായി ഇരുന്നു. പക്ഷേ ടോയ്സ് ആരുടെ കയ്യിലാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? ശാലിനിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ടോയ്സ് ഉള്ളത്. ശാലിനി ഫ്രണ്ടിൻ്റെ അടുത്തിരുന്നു. ആ സെയിം സെൻറ്റൻസ് തന്നെ ഇവിടെ കോമയൊക്കെ കൊടുത്ത് ഇട്ടപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കിയാൽ, ശാലിനി സാറ്റ് നെക്സ്റ്റ് ടു എ ഫ്രണ്ട് വിത്ത് ടോയ്സ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് മാറി കണ്ടോ? ശാലിനി ഹാസ് ദ ടോയ്സ് ആൻഡ് ഷീ സാറ്റ് വിത്ത് ദം നെക്സ്റ്റ് ടു ഹെർ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, അതാണ് ഇവിടെ മുകളിൽ പറഞ്ഞത്. When an expression is not accompanied by a context, there can be more than one way of evaluating its value. അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ശാലിനിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു ടോയ്സ്, ശാലിനി അവിടെ ഇരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടെ ഒരു കോമ തന്നിട്ടുണ്ട്. ശാലിനി സാറ്റ് നെക്സ്റ്റ് ടു എ ഫ്രണ്ട് വിത്ത് ടോയ്സ്. അപ്പോൾ ടോയ്സ് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് മനസ്സിലായി? ശാലിനിയുടെ കയ്യിലാണ് എന്ന് മനസ്സിലായി. ശാലിനി ടോയ്സും കൊണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇരുന്നു. ടോയ്സ് ആരുടെ കയ്യിലാണ്? ശാലിനിയുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ ഇവിടെ രണ്ട് വേയിൽ നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. This sentence without the punctuation could have been interpreted in two different ways. The appropriate use of a comma specifies how the sentence has to be understood. അപ്പോൾ ഇവിടെ പങ്ക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ ഈ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഈ കോമയുടെ ശരിയായ ഉപയോഗം കൊണ്ട് ഈ സെൻറ്റൻസിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു. ഓക്കെ, അപ്പോൾ കോമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻറ്റൻസിനെ കറക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ലെറ്റ് us see an expression that can be evaluated in more than one way. Example 4 നോക്കിയേ. മല്ലേഷ് brought 30 marbles to the playground. Arun brought 5 bags of marble with the 4 marbles in each bag. How many marbles did Mallesh and Arun bring to the playground? മല്ലേഷ് 30 മാർബിൾസ് കൊണ്ടുവന്നു. അരുൺ 4 മാർബിൾസ്, ഓരോ ബാഗിലും 4 മാർബിൾസ് വീതമുള്ള 5 ബാഗ് കൊണ്ടുവന്നു. അപ്പോൾ മല്ലേഷും അരുണും പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന മാർബിൾസിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
അതിനെന്ത് ചെയ്താൽ മതി? രണ്ടുപേരും കൂടെ കൊണ്ടുവന്നത് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? മല്ലേഷ് കൊണ്ടുവന്നത് 30 ആണ്. 30 പ്ലസ് അരുൺ കൊണ്ടുവന്നത് 4 മാർബിൾസ് വീതമുള്ള 5 ബാഗാണ്. അപ്പം 5 × 4 നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ എങ്ങനെ കിട്ടും? നമ്മൾ ഇങ്ങനെ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഈ ഒരു എക്സ്പ്രഷനകത്തില്ല. 30 + 5 × 4 എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് മെത്തേഡിൽ ചെയ്യാം അല്ലേ? 30 + 5 is 35. 35 × 4 ചെയ്യാം. 35 × 4 ചെയ്താൽ 5 4s are 20, 4 3s are 12, 12 + 2 14, 140 എന്ന് കിട്ടി. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് 5 × 4 20. അപ്പോൾ 30 + 20 = 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതാ ചെയ്തപ്പോൾ രണ്ട് ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ഇല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മല്ലേഷ് കൊണ്ടുവന്നത് 30 മാർബിൾസ് ആണ്. അരുൺ കൊണ്ടുവന്നത് 4 മാർബിൾസ് വീതമുള്ള 5 ബാഗുകളാണ്. അപ്പം അരുൺ കൊണ്ടുവന്നത് എത്ര മാർബിൾസ് ആയിരിക്കും? 5 × 4 20 മാർബിൾസ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കണേ. 30യും 20യും കൂടെ ആഡ് ചെയ്താൽ 50 എന്ന് കിട്ടും. അതേസമയം ഈ എക്സ്പ്രഷനെ നമ്മൾ 30 + 5 × 4 എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതായിരുന്നു? 30 + 5 × 4 20 എന്ന് നമുക്ക് എഴുതായിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് 50 എന്ന് നമുക്ക് ആൻസർ കിട്ടിയേനെ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ ഇടാഞ്ഞത് കൊണ്ട് ഇതിനെ നമുക്ക് രണ്ട് വേയിൽ ചെയ്യാം. എങ്ങനെയാണ്? 30 + 5 ചെയ്തിട്ട് × 4. അപ്പൊ നമുക്ക് 140 എന്ന് കിട്ടും. അതേസമയം പിന്നെ അടുത്തത് 30 + 5 × 4 20 എഴുതിയിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ രണ്ട് ആൻസറുകൾ നമുക്ക് കിട്ടും. അതേസമയം ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ മാത്രമേ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ലാംഗ്വേജിനകത്തെ കൺഫ്യൂഷൻസ് മാറാൻ വേണ്ടി നമ്മൾ പഞ്ച്വേഷൻസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിലെ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലുള്ള കൺഫ്യൂഷൻ നീങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ടേംസിനകത്ത് ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? മുകളിൽ തന്നിരിക്കുന്ന ഇതിനകത്ത് ഇവിടെ കോമയിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ലാംഗ്വേജിലെ കൺഫ്യൂഷൻ നമ്മൾ മാറ്റിയല്ലേ? അതേപോലെ മാത്തമാറ്റിക്സിനകത്ത് എക്സ്പ്രഷനിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിലുള്ള കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യും. ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്തതുകൊണ്ട് ഇതാണ് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്തത് ബ്രാക്കറ്റ്സ് ഇൻ എക്സ്പ്രഷൻസ്. ഇൻ ദി എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മാർബിൾസ് we had to multiply 5 and 4 and then add this product to 50. This order of operation is clarified by the use of bracket as follows. When evaluating an expression having brackets, we need to first find the value of the expression inside the bracket before performing other operation. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മളിവിടെ മുകളിൽ ചെയ്തത്. ആദ്യം 5 × 4 ചെയ്ത് 20 എഴുതുക. അതിനുശേഷം മാത്രമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. So in the above expression, we first find the value of 5 × 4 and then do the addition. Thus, this expression describes the number of marbles. കണ്ടല്ലോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യണം. അതായത് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കണം. എന്നിട്ട് ബ്രാക്കറ്റിനകത്തത് വേണം ആദ്യം ചെയ്യാൻ, എന്നിട്ട് മറ്റുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത എക്സാമ്പിൾ, ഇർഫാൻ bought a pack of biscuit for ₹15 and a pack of tur dal for ₹56. He gave the shopkeeper ₹100. Write an expression that can help us calculate the change Irfan will get back from the shopkeeper. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ട് എത്രയാണ് ഇർഫാന് ബാക്കി തിരിച്ചു കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇർഫാൻ
15 റുപ്പീസിന് ബിസ്ക്കറ്റ് വാങ്ങി, 56 റുപ്പീസിന് തൂർദാലും വാങ്ങി. എന്നിട്ട് ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ എത്രയാണ് കൊടുത്തത്? 100 റുപ്പീസ് ആണ് കൊടുത്തത്. ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. അപ്പോൾ 15 റുപ്പീസിൻ്റെയും 56 റുപ്പീസിൻ്റെയും സാധനങ്ങളാണ് ഇർഫാൻ വാങ്ങിയത്. ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ 100 കൊടുത്തു. ബാക്കി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 100ൽ നിന്ന് ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 100ൽ നിന്ന് 15ഉം 56ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 15ഉം 56ഉം കൂടെ ആഡ് ചെയ്തിട്ട് 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 100ൽ നിന്ന് 15 സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 56 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ 15ഉം 56ഉം കൂടെ ആഡ് ചെയ്തിട്ട് 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. പക്ഷെ നമുക്കിവിടെ എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ 15ൻ്റെയും 56ൻ്റെയും ഐറ്റംസ് ആണ് ഇർഫാൻ വാങ്ങിയത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം ആദ്യം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. 100 റുപ്പീസ് ആണ് ഷോപ്പ് കീപ്പറിന് കൊടുത്തത്. ബാക്കി അറിയണമെങ്കിൽ ഈ 100ൽ നിന്ന് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 15ഉം 56നും ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് കിട്ടും? 100 മൈനസ് 56ഉം 15ഉം കൂടെ ആഡ് ചെയ്താൽ 6 + 5 11 5 6 7 71. 100 minus 71, that is 29 rupees ആണ് ഇർഫാന് തിരികെ കിട്ടുക. അപ്പോൾ കണ്ടു, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി.